ഗായ്സ് അപ്പൊ വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാരും സ്മാർട്ടല്ലേ, ഞാനെന്തായാലും നല്ല സ്മാർട്ടാണ് ഗായ്സ്. എനിക്കിന്നൊന്ന് വീട് വരെ വരേണ്ട ആവശ്യം വന്നോണ്ടില്ലേ, അന്ന് ജസ്റ്റ് വീട് വരെ വന്നാണ് അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് ഷോപ്പിലോട്ട് പോകാൻ വേണ്ടി അപ്പൻ്റെ വീട്ടിൽ നിൽക്കലുണ്ട്. അപ്പൊ അവിടെ നിന്ന് നേരെ ആശു വരാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിങ്ങിലാട്ടാ. നമ്മുടെ സാധനമൊക്കെ ഡ്രസ്സിങ് ഒക്കെ ഇതാട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ട് ഡ്രസ്സിങ് നമ്മുടെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞ ഷർട്ടും പാൻറ്റും ഇങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ കൊള്ളാം, ചെത്തിപ്പൊളിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ എന്തായാലും ഷോപ്പിലോട്ട് പോവാം. ആശു എന്നെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ആശ വരട്ടെ, ആശ വന്നിട്ട് നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ ആശ വന്നെത്തിയിട്ടുണ്ട് കേട്ടാ. ആശയുടെ ഹെൽമെറ്റ് ഒക്കെ വെച്ച് സീറ്റ് പോലെ നേരെ ഷോപ്പിലായിട്ട് പോകണം കേട്ടോ. ഷോപ്പിലെത്തിയിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മള് ഷോപ്പിലെത്തിയിട്ടുണ്ടോ? സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് മുതലാളി. ഹായ്, ഒരു ഹായ് പോലും ഇല്ലല്ലോ. അവനിവിടെ ഒന്ന് തുറന്നിരിപ്പുണ്ട് ഗൈസ്. എന്താണ് അവസ്ഥ വരുന്നത്? ഞങ്ങളിപ്പോ നേരെ നൈസായിട്ട് വന്ന് കയറിയപ്പോ എല്ലാം കഴിഞ്ഞിരിക്കണം. എന്തെങ്കിലും പണിയുണ്ടാന്ന് നോക്കണം ഗൈസ്. ഞങ്ങൾ ബർഗറിനുള്ള ബണ്ണ് ഡോ ചെയ്തിരിക്കുന്നത് ഗൈസ്. ഇതാണ് ബണ്ണ് ഡോ ചെയ്യണുള്ള സംഭവം. കണ്ട കിടന്നിങ്ങനെ ആടി 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 സംഭവം സെറ്റാക്കി എടുത്ത് കഴിഞ്ഞിട്ടാണോ നമുക്കിത് റോൾ ചെയ്തെടുക്കാനുണ്ട്. ഞാൻ കാണിച്ചറിയപ്പോ അങ്ങനെ ഞങ്ങള് ബണ്ണിനുള്ള ഡോ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഡോ ഉരുട്ടി നമ്മൾ ഇവിടെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡോ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഉരുട്ടി റെഡിയാക്കി എടുക്കണം. സെറ്റ് ചെയ്ത് വെച്ചൊക്കെ നമ്മളിത് ചെയ്ത് പഠിക്കണല്ലോ. എനിക്ക് അങ്ങനെ ഉരുട്ടാൻ ഡോട്ടാ ശരിക്കും അത്രക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് അറിയാൻ പോലെ ഗൈസ്. ഞാൻ പഠിച്ചിട്ടിരിക്കുന്നത് ഡെമോ ഓഫീസാണ്. നമ്മൾ അങ്ങനെ കുറച്ച് ട്രേ ആയിട്ട് അടിക്ക് കുറച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 15 ബർഗർ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ സാധനം ഇനി പൊങ്ങി വരണം. ഇട്ട് വെച്ച് പൊങ്ങണ സമയം കൊണ്ട് നമ്മള് ചോറും കൂടി കഴിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് ജേഷൻ ഉണ്ട്. അപ്പൊ ചോറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. ഇതെല്ലാം ഈ ഒരു പ്ലേറ്റിലിട്ടാക്കി കഴിക്കണം. ഉഷാറല്ലേ? അപ്പൊ ജേഷനിൽ ഉഷാറാണ് ഗൈസ്. നമ്മള് ചോറ് കഴിക്കട്ടെ, ചോറെടുക്കട്ടെ. ഇന്നൊരു വാക്കണ്ടല്ലേ, വിശിഷ്ടമായ അതെ അങ്ങനത്തെ ഒരു സാധനമാണ്. വിശിഷ്ടമായ സദ്യകളാണ് കേട്ടോ. ചോറ്, സാമ്പാർ, മുട്ട, മീൻ വറുത്തത്, ഇത് എല്ലാം കൂടി ചേർന്ന് പിടിക്കി ആദ്യമേ ചോറ് സാമ്പാറും കൂടി എടുക്കട്ടെ. ആഹാ, കഴിച്ചിട്ട് വരാം ഗൈസ്. നമ്മള് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോഴേക്കും നമ്മുടെ ബണ്ണ് ഏകദേശം കുറച്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നേരത്തേലും കുറച്ച് വ്യത്യാസം കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്. നേരത്തേലും ചെറുതായിട്ട് ഇങ്ങനെ ഡോ പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം കുറച്ചുകൂടി ആവണം. ഏകദേശം നമുക്ക് 2 മണിക്കൂറാണ് ഇത്ര ബണ്ണ് അടിച്ച് ഇറങ്ങാൻ വേണ്ടിയുള്ള സമയം എടുക്കുന്നുണ്ട്. എന്തായാലും അതൊന്നും ആവണം. ഇപ്പൊ നമുക്ക് കസ്റ്റമേഴ്സ് ഒന്നും വന്ന് കയറിയിട്ടില്ല. വെറുതെ പണി ഫ്രീ, അവരെയും ഫ്രീ ആയിട്ടിരിക്കണേ. എന്തായാലും ബണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് പൊങ്ങട്ടെ. നമ്മളേക്കും വരാം ഗൈസ്. നമുക്കൊന്ന് ATM വരേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊന്ന് ATM കുറച്ച് പൈസ എടുക്കാൻ വേണ്ടി വന്നാണ് ഗൈസ്. ചേട്ടാ ഒന്ന് ATM പൈസ പഞ്ചസാര പിടിക്കും. പഞ്ചസാര തീർന്നു ATM കയറണേട്ടാ. നമ്മ പൈസ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്ന കടയിലായിട്ട് അപ്പുറത്തൊരു ഷോപ്പുണ്ട് ഗൈസ്. കാണിച്ചുതരാം. അവിടെ കാണാണ് നമ്മുടെ പഞ്ചസാര മേടിക്കുന്ന ഷോപ്പ്. പഞ്ചസാര മേടിക്കണം, കുറച്ച് നാരങ്ങ മേടിക്കണം. നേരെ കടയിലായിട്ട് പോകണാണ്. ഇതാണ് നമ്മൾ മേടിക്കുന്ന ഷോപ്പ് ഗൈസ്. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് നാരങ്ങ എടുക്കണം. നാരങ്ങ എടുക്കാനായിട്ട് നമ്മൾ ആദ്യം പാത്രം എടുക്കുക. പാത്രം എടുത്തിട്ട് നാരങ്ങ സെറ്റ് ചെയ്യട്ടോ ഗൈസ്. നാരങ്ങണെല്ലാം പച്ച നാരങ്ങ കുറച്ച് വാരി അങ്ങോട്ട് എടുക്കണം. നാരങ്ങ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 300 നാരങ്ങ ടേസ്റ്റ് 1.5. नाम क्या है भाई? हमारा ब्लॉग है. ഓക്കെ ഹായ്. അപ്പോൾ നമ്മളത് നാരങ്ങ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചസാര കൂടി വായെടുക്കും. നേരെ ഇവിടെ നിന്ന് കൂടി മേടിച്ച് പഞ്ചസാര മേടിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ വന്ന് കയറി. നമുക്ക് നാരങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചിടാം ഗൈസ്. നമുക്ക് പഞ്ചസാരയാണ് നമ്മൾ ആദ്യം എടുത്തത് കേട്ടോ. അതിനുശേഷം നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ നാരങ്ങ നമുക്ക് ഈ സാധനങ്ങൾ നമുക്ക് നേരെ ട്രെയിലായിട്ടാക്കി നമ്മൾ വെക്കുന്നതാണ് ഗൈസ്. എപ്പോഴും നമ്മളിങ്ങനെ ട്രെയിലായിട്ടാക്കിന് നാരങ്ങയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറുള്ളതാ. ഇതും കഴിഞ്ഞിട്ട് നേരെ എനിക്കൊന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാക്കൊള്ളാന്നുണ്ട്. പള്ളിയിൽ പോയില്ല. അതുകൊണ്ട് നേരെ ഒന്ന് പള്ളിയിനകത്ത് കൂടി പോകണം, പ്രാർത്ഥിക്കാം ഗൈസ്. കാരണം നമ്മുടെ നെക്സ്റ്റ് പണി നാരങ്ങയൊക്കെ ഒന്ന് ഫ്രഷാക്കി വെക്കുക. നേരെ പള്ളിയിലായിട്ട് പള്ളിയിൽ പോയിട്ട് വരാം ഗൈസ്. ഓക്കെ, അങ്ങനെ ഞാൻ പള്ളിയിൽ കയറി കേട്ടോ ഗൈസ്. പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടൂത്തി കസേരയിൽ ഇരിക്കണേന് പ്രാർത്ഥിക്കുന്നത് വരാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മള് പള്ളിയിലൊക്കെ പോയ ശേഷം വന്നപ്പോഴേക്കും നമ്മുടെ ബണ്ണ് ഏകദേശം മേടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ ബ്ലാക്ക് ബണ്ണ് വരുന്നത് ഇപ്പൊ അടിച്ചിറക്കിയ ബണ്ണാണ്. ഇന്നത്തെ നമ്മുടെ ഫ്രഷ് ബണ്ണാണ് ഗൈസ്. ഇതും എല്ലാ ദിവസവും നമ്മൾ ഫ്രഷ് അടിക്കുന്നത്. അപ്പൊ ആ ബണ്ണും കാര്യങ്ങളും റെഡിയായി. ഇത് നമുക്ക് 2-3 കസ്റ്റമേഴ്സ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉഷാറാവുള്ളൂ. എന്തായാലും ഇനി വേറെ പരിപാടിയായിട്ടൊന്നും ഇതുവരെ കസ്റ്റമേഴ്സ് ഇല്ല. ഏകദേശം ഫ്രീ ആയിട്ടിരിക്കണേ. അപ്പൊ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെയൊക്കെ
നമ്മളപ്പോ സ്റ്റോപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഡൗൺ സിറ്റുവേഷൻ അല്ല. അങ്ങനെ എന്തായാലും പള്ളിയിലേക്ക് കഴിഞ്ഞ് ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടെത്തണം കാഴ്ച. അപ്പൊ നമുക്ക് നോക്കാം. ഞാനൊരു ഓഫർ ഇടാൻ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 2 ബർഗർ മേടിച്ച ഒരു ഐസ്ക്രീം ഫ്രീ, ആ ഒരു രീതിക്കുള്ള ഓഫർ. ആ ഓഫർ ഗുഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വീഡിയോക്ക് കമന്റ് ചെയ്യണം. അങ്ങനെ നമ്മള് ആ ഓഫർ ഇടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് അത് കഴിഞ്ഞിട്ട് വരാൻ കേസ്. ഓക്കെ നമ്മള് ഈ വീഡിയോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു കസ്റ്റമർ നമുക്ക് ഒരു ഓർഡർ കൂടി തന്നിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഒരു ഫൈനൽ ബർഗറും കൂടി അടിച്ച് ഇതേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോണ്ടിരിക്കണേ. അപ്പൊ ഇതെങ്ങനെയാണ് അപ്പൊ ഈ വീഡിയോ എന്ത് ചെയ്താ പോരെ? നാളോട് ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഒരു കസ്റ്റമർ വരാണ്ട് ആ ബർഗർ നമ്മൾ അടിച്ചിട്ടിരിക്കണേ. ഫ്രൈഡ് ബർഗറും പിന്നെ എന്തൊക്കെയാ പറഞ്ഞാ 2 ഫ്രൈഡ് ബർഗർ മാത്രമേ ഉള്ളൂ. അപ്പൊ നേരെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടി ഞെക്കിക്കോ.